ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ടാറ്റ അവരുടെ കർവിൻ്റെ ഇലക്ട്രിക് വേർഷൻ കഴിഞ്ഞ ദിവസം ഇറക്കിയതായിരുന്നു. അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവർ പുറത്തു വിട്ടതുമാണ്. പക്ഷേ അപ്പോഴും ബാക്കി ഉണ്ടായിരുന്ന സംഭവമാണ് ഇവരുടെ ഇതിൻ്റെ തന്നെ പെട്രോൾ ആൻഡ് ഡീസൽ പവർഡ് വേർഷൻസ്. നമുക്ക് അതിൻ്റെ സ്പെക്കും ഡീറ്റെയിൽസും എല്ലാം ഇപ്പോഴും അറിയാം. ആകെപ്പാടെ ഒരു പ്രൈസ് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അത് സെപ്റ്റംബർ 2 പറയാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും ചെറിയ രീതിയിലുള്ള കുറച്ച് ഡിഫറൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ EV വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ EVയിൽ നമുക്കൊരു ക്ലോസ്ഡ് ഓഫ് ഗ്രില്ലാണ് വരുന്നത്. ബോഡി കളർ തന്നെ ആയിരിക്കും അത് കിട്ടുന്നത്. പക്ഷേ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് കണക്റ്റഡ് DRLs ഒക്കെ ഇതിൻ്റെ തന്നെ. ഞാൻ ആക്ച്വലി വീഡിയോയിൽ കണക്റ്റഡ് DRLs ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അത് നെക്സോണിൻ്റെ ഓർമ്മയിൽ പറഞ്ഞാണ്. നെക്സോൺ EVയിൽ കണക്റ്റഡ് DRLs ഉണ്ട്, നോർമൽ വണ്ടിയിൽ അതില്ലായിരുന്നു. ഈ വണ്ടിയിൽ എന്തായാലും ഇലക്ട്രിക് ആയാലും പെട്രോൾ ഡീസൽ ഏതായാലും നമുക്ക് കണക്റ്റഡ് DRLs ഉണ്ട്. അതുപോലെ അവിടെ ഒരു ഗ്രില്ല് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് അവരത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ബമ്പറിൻ്റെ ഡിസൈനും ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഇലക്ട്രിക്കൽ കുറച്ചും കൂടെ EV സെൻട്രിക് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ പാറ്റേൺ ആണ് താഴത്തെ സംഭവം വരുന്നത്. ഇതിൻ്റെ അകത്ത് ഷെയർ ആൻഡ് ടേക്ക് ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഹെഡ്ലൈറ്റും സംഭവങ്ങളൊക്കെ സെയിം ആണ്. നമ്മൾ ഇതിനു മുമ്പ് കർവ് EVയിലായാലും അല്ലെങ്കിൽ ഹാരിയർ, സഫാരി, നെക്സോൺ ഇങ്ങനെ എല്ലാ വണ്ടികളിലും വരുന്ന സെയിം ഹെഡ്ലൈറ്റ് അസംബിൾ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒബ്വിയസ്ലി LED ഹെഡ്ലൈറ്റ്സ് ആണ്. പിന്നെ നമുക്ക് വെൽക്കം ഫംഗ്ഷനുള്ള DRLസും ലൈറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മറ്റേ വാഹനത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ ലുക്കൊക്കെ വരുന്നത്. നമുക്ക് ഗ്ലോസി ബ്ലാക്ക് സൈഡ് ക്ലാഡിംഗ് ആണ് കിട്ടുന്നത്. പിന്നെ ഡോർസ് ആണെങ്കിലും നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് കിട്ടുന്നത്. മെയിൻ ഡിഫറൻസ് വരുന്നത് അലോയ് വീൽസിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് 18 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ടെങ്കിലും ഡിസൈൻ വ്യത്യാസമുണ്ട്. മറ്റതിൻ്റെ അകത്ത് എയറോഡൈനാമിക് എഫിഷ്യൻസിക്ക് വേണ്ടിയുള്ള EV സ്റ്റൈൽഡ് വീൽസ് ആണ്. ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് സാധാരണ വണ്ടികളൊക്കെ കിട്ടുന്ന പോലെയുള്ള വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് കാണാനും കുറച്ചുകൊണ്ട് രസം ഇതാണെന്ന്. ചിലപ്പം വ്യത്യസ്തമായ ഒപ്പീനിയനുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് ഇതിൻ്റെയാണ് കുറച്ചുകൊണ്ട് ബെറ്റർ ആയിട്ട് തോന്നിയത് അലോയ്സിൻ്റെ ഡിസൈൻ. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. വാർവീംസ് അതുപോലെ ഷാർക്ക് ഫിൻ ഹാൻഡിൻ്റെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ആക്സസറീസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫംഗ്ഷണൽ അല്ലാത്ത റൂഫ് റെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നും ഇലക്ട്രിക്കും അതുപോലെ ഐസ് പവർഡ് വണ്ടിയും തമ്മിൽ നമുക്ക് തോന്നുന്നില്ല. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഉണ്ട്. വളരെ തിന്നായിട്ടുള്ള ഒരു LED ടെയിൽ ലാംപ്സിൻ്റെ സ്ട്രിപ്പാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടെയിൽ ഗേറ്റിൻ്റെ ഡോറൊക്കെ ഭയങ്കര സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ടെക്സ്റ്റ് ഒന്നുമില്ല. ആകെ കർവ് എന്ന് പറഞ്ഞ ഒറ്റ റൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ റിവേഴ്സ് ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ റിഫ്ലക്ടറൊക്കെ അതിൻ്റെ അകത്ത് താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊരു ഫീച്ചറായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് ഇലക്ട്രോണിക് പവർ ടെയിൽ ഗേറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സെഗ്മെൻറ്റ് എന്നല്ല, നമ്മളിതിന് മുകളിലുള്ള സെഗ്മെൻറ്റിൽ പോകുകയാണെങ്കിൽ പോലും ഹെക്ടറിൽ മാത്രമാണ് അത് വരുന്നത്. ടാറ്റ ആദ്യമായിട്ട് കൊടുക്കുന്നത് സഫാരിയിലും ഹാരിയറിലും ഒക്കെയാണ്. അതിൻ്റെ അകത്ത് വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ചുകൂടെ എൻട്രി ലെവലായ കർവിൽ അവർ കൊടുത്ത്. എന്തായാലും ഇതിൻ്റെ അകത്ത് കൂപ്പ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലത്തെ നമ്മുടെ വിൻഷീൽഡ് എല്ലാ സാധനങ്ങളും കൂടി ലിഫ്റ്റ് ആവും. ജസ്റ്റ് സെഡാൻസിലൊക്കെ തുറക്കുന്ന പോലെ ചെറിയ ബൂട്ട് ലിറ്റ് മാത്രമായിരിക്കില്ല. പിന്നെ ബൂട്ട് സ്പേസും ഇഷ്ടംപോലെ ഉണ്ട്. 500 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡും ചെയ്യാം സീറ്റ് മടക്കി. ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഇവിടെയാണ് നമുക്ക് കർവിൻ്റെ ഇലക്ട്രിക് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് തോന്നുന്നത്. കാരണം ഇതിന് മൊത്തത്തിലുള്ള കളർ തീമിൻ്റെ ഒക്കെ പാറ്റേണിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. മറ്റേ വാഹനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം കളർ കോമ്പിനേഷൻ കിട്ടും. അതിൻ്റെ അകത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് മാത്രമല്ല വരുന്നത്. പക്ഷേ ഈ വാഹനത്തിൽ അവർ ടോപ്പിൽ കൊടുക്കുന്നത് ഈ ഒരു കളർ തന്നെയാണ്. നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ വരെ കളറിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് ഇവരിതിനകത്ത് പിടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ AC വെൻസിന് ചുറ്റുമൊക്കെ ഒരു സിൽവർ തീമും കൊടുത്തിട്ടുണ്ട്. ആംബിയൻ ലൈറ്റിംഗ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. നമ്മുടെ പാനോറാമിക് സൺറൂഫിൻ്റെ ചുറ്റുമുണ്ട്. അതുപോലെ ഡാഷ്ബോർഡിലും ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കർവ് EVയിൽ കണ്ട പോലെ അല്ലെങ്കിൽ സഫാരിയിലും ഹാരിയറിലൊക്കെ കാണുന്ന 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. ഇൻഫോടൈം സിസ്റ്റം 10.25 ആണ്. ഇൻസ്ട്രുമെന്റ് 10.25 ആണ്. ഇൻഫോടൈം സിസ്റ്റം അതിൻ്റെ അകത്തുള്ള പോലെ 12.3 ഇഞ്ചാണ് വരുന്നത്. പിന്നെ നമുക്ക് ഓട്ടോ AC അവൈലബിൾ ആണ്. അതുപോലെ ഇലക്ട്രോക്രോമിക് IRVM അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. 360° ക്യാമറ ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്, അതുപോലെ നമ്മുടെ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് ഉണ്ട്. അങ്ങനെ പറയണ്ട. ഞാനിപ്പോൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. സോ ഞാൻ വീണ്ടും ഫീച്ചേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇലക്ട്രിക്കിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന arcade.tv അങ്ങനത്തെ ഫീച്ചേഴ്സ് അല്ലാണ്ട് ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ സെൻറ്റർ കൺസോളിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നമുക്കിവിടെ നെക്സോണിൽ വരുന്ന ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഗിയർ സെലക്ടർ നോബ് വരുന്നത് നെക്സോണിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റിൽ വന്ന സെയിം സാധനം തന്നെയാണ്. അവിടെ തന്നെ അതിൻ്റെ ബാക്കിലായിട്ടാണ് വയർലെസ് ചാർജിങ് പാഡ് വരുന്നത്. ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഒന്നും സെൻറ്റർ കൺസോളിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പക്ഷേ വേറെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസസ് ഉണ്ട് എന്ന് ടാറ്റ പറയുന്നു. ഇലക്ട്രിക്കലാണെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് ലിറ്റർ കൊടുത്തിട്ടുണ്ട്, 11 ലിറ്റേഴ്സിനടുത്ത് സൈസ് ഉള്ളത്. പക്ഷേ നമുക്കിപ്പം ഇത് പെട്രോൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ അങ്ങനത്തെ സ്റ്റോറേജ് ഒന്നും ഇല്ല. ബാക്കിൽ ഡിക്കിയിൽ മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ക്യാബിൻ്റെ അകത്ത് സെൻറ്റർ കൺസോളിൽ ഒരു ചെറിയ കപ്പ് ഹോൾഡർ പോലെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പിന്നെ ഇതിൻ്റെ സീറ്റ്സിൻ്റെ ഒക്കെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഓൾമോസ്റ്റ് നമ്മൾ നെക്സോണിൽ കണ്ട പോലെയാണ്. ആൻഡ് നമ്മൾ സ്റ്റിയറിംഗിലും ഡാഷ്ബോർഡിലൊക്കെ കണ്ടതുപോലെ ബ്രൗൺ സീറ്റ് ലെതർ മെറ്റീരിയലാണ് അവർ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ആംറസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫ്രണ്ടിൽ മാത്രമാണ് നമുക്കത് വരുന്നത്. ബാക്കിൽ ഇതുവരെ അങ്ങനെ വെന്റിലേറ്റഡ് സീറ്റ്സ് വന്നിട്ടില്ല.
പിന്നെ പറഞ്ഞ പോലെ പാനോറാമിക് സൺറൂഫ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള സൺറൂഫാണ്. അതിൻ്റെ ചുറ്റുമുള്ള ആംബിയൻ ലൈറ്റിംഗ് ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. JBL 9 സ്പീക്കർ ഓഡിയോ സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നെക്സോണിൽ കണ്ട പോലെ സിമിലർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ടാറ്റയുടെ IRA കണക്റ്റഡ് കാർടെക്കിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ടാറ്റ പിന്നെ അവരുടെ കീ മാറ്റിയായിരുന്നു അടുത്ത്. ഇപ്രാവശ്യം നമുക്കൊരു ടച്ച് സെൻസിറ്റീവ് ബട്ടൺസ് ഒക്കെ ഉള്ള പോലത്തെ ഒരു പുതിയ മോഡേൺ കീ ആണ് കൊടുത്തിരിക്കുന്നത് വണ്ടികളിൽ. നമുക്കാകെ പറയാൻ പറ്റുന്ന ഒരു വലിയ ഡൗൺ സൈഡ് ഉള്ളത് ഈ വാഹനത്തിൻ്റെ റിയർ സീറ്റാണ്. അത് ഭയങ്കര സ്പേഷ്യസ് അല്ല. കാരണം നെക്സോൺ വെച്ച് നോക്കുമ്പോൾ തന്നെ വീൽ ബേസ് അധികം കൂടിയിട്ടില്ല. ഈവൻ ദോ ലെങ്ത്തിൽ അത്യാവശ്യം ഡിഫറൻസ് വന്നിട്ടുണ്ട്. 4.3 മീറ്റേഴ്സ് ആണ് ഈ വാഹനത്തിൽ ലെങ്ത് വരുന്നത്. നെക്സോൺ നമുക്കറിയാം അണ്ടർ 4 മീറ്റേഴ്സ് ആണ് സൈസ്. പക്ഷേ വീൽ ബേസ് അധികം കൂടാത്തതുകൊണ്ട് തന്നെ ബാക്കിലത്തെ സ്പേസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓർ മേ ബി ഒരു ഇത്തിരി കൂടി എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. പിന്നെ ഹെഡ് റൂമിൻ്റെ കാര്യം വലിയ കുഴപ്പമില്ല. പൊതുവേ കൂപ്പ SUVസിൽ ഹെഡ് റൂം എപ്പോഴും ഒരു വലിയ ഇഷ്യൂ ആയിരിക്കും. പക്ഷേ ഈ വണ്ടിയിൽ അവർ നമ്മുടെ ആ ഒരു റൂഫിൻ്റെ പോർഷൻ കുറച്ച് സ്കൂപ്ഡ് ഔട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. തല വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വയ്ക്കാം. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ നമുക്ക് അറിയുന്ന പോലെ ടാറ്റ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ നമുക്ക് എല്ലാ സീറ്റ്സിലും 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ പറയാനാണെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ബേസ് മോഡൽ മുതൽ കിട്ടുന്നുണ്ട്. ആൻഡ് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം നമുക്ക് ഇതിൻ്റെ കർവിൻ്റെ ഇലക്ട്രിക്കൽ മാത്രമല്ല പെട്രോൾ ഡീസലൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. ലെവൽ 2 ആണ് വരുന്നത്. എഗെയിൻ ടാറ്റ പറയുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ADAS ഫീച്ചേഴ്സ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത് ഈ ഒരു വാഹനത്തിൽ തന്നെയാണ്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എഞ്ചിൻ ഓപ്ഷൻസ്. നമുക്ക് ഇതിനകത്ത് ടാറ്റയുടെ ഒരു പുതിയ ഹൈപ്പർ അയോൺ എന്ന് പറഞ്ഞ എഞ്ചിൻ അവൈലബിൾ ആണ്. അത് 1.2 TGDI പെട്രോൾ എഞ്ചിനാണ്. അതായത് ടർബോ ഗ്യാസലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ്. ഇത്രയും കാലം വരെ MPF എഞ്ചിൻസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറിയാണ് ഇപ്പം ഈ ഒരു പുതിയ ടെക്നോളജിയുള്ള എഞ്ചിൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല മോഡേൺ ടെക്നോളജി വരുന്ന ഒരു എഞ്ചിൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഡീസൻ്റ് ആയിട്ട് ഇതിനകത്ത് പവർ ലഭിക്കുന്നുണ്ട്. ഓൺ പേപ്പർ 125 PS പവറും 225 Nm ടോർക്കുമാണ് ലഭിക്കുന്നത്. മാനുവലും അതുപോലെ DCT ഓട്ടോമാറ്റിക്, ടാറ്റ ഇതിനെ DCA എന്നാണ് വിളിക്കുന്നത്, ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്ന്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ക്രയോജെറ്റ് എന്ന് പറയുന്ന ടാറ്റയുടെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 115 PS പവറും 260 Nm ടോർക്കും. നെക്സോണിലുള്ള സെയിം പവർ തന്നെയാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന റെവോട്രോൺ പെട്രോൾ എഞ്ചിനാണ്. ഇതിനു മുമ്പ് നെക്സോണിൽ കണ്ട സെയിം MPF എഞ്ചിൻ തന്നെ. അത് 120 PS പവർ 170 Nm ടോർക്കാണ്. ആ എഞ്ചിൻ കൊടുക്കാനുള്ള റീസൺ അവർക്ക് പ്രൈസ് കുറയ്ക്കണം ബേസ് മോഡലിൽ. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഇതിലെല്ലാത്തിലും നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് പറയാൻ പറ്റുന്നൊരു സംഭവം, ഏത് എഞ്ചിൻ എടുത്താലും എല്ലാത്തിൻ്റെ അകത്തും ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ് കർവിൽ കിട്ടുന്നത് എന്നുള്ളതാണ്. നെക്സോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അവർ AMT കൊടുക്കുന്നുണ്ട്, ഡ്യുവൽ ക്ലച്ച് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ വാഹനത്തിൻ്റെ അകത്ത് ഡ്യുവൽ ക്ലച്ച് മാത്രമേ ഉള്ളൂ. ഈ പ്രാവശ്യം ഡീസലിലും അവർ ഡ്യുവൽ ക്ലച്ച് തന്നെയാണ് കൊടുക്കുന്നത്. പണ്ട് നമുക്ക് നെക്സോൺ ആണെങ്കിൽ ഡീസലിലൊക്കെ AMT ആണ് കിട്ടുന്നത്. ഈവൻ ഇപ്പോഴും അത് തന്നെയാണ് കിട്ടുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ സ്റ്റെപ്പ് ആണ്. അതുപോലെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സൊക്കെ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ അറ്റ്ലസ് എന്ന് പറഞ്ഞ പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്നതെന്നാണ് ടാറ്റ പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു X1 പ്ലാറ്റ്ഫോമിൻ്റെ മോഡിഫൈഡ് പ്ലാറ്റ്ഫോം ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം നെക്സോണിൻ്റെ സെയിം ആർക്കിടെക്ചറാണ് ഇതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇത്തിരി കൂടെ മോഡേണൈസ്ഡ് വേർഷൻ എന്ന് പറയാം എന്ന് മാത്രം. പക്ഷേ അത്യാവശ്യം ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് ടാറ്റ പറയുന്നത്. ഇനി മെയിൻ സംഭവം നമുക്ക് പറയാൻ പറ്റില്ല, പ്രൈസ്. കാരണം അത് ഇതുവരെ പറഞ്ഞിട്ടില്ല അവർ. പക്ഷേ എന്തായാലും ഈ വാഹനത്തിൻ്റെ പ്രൈസ് നമുക്ക് നെക്സോണിൽ വരുന്ന സെയിം എഞ്ചിൻ, അതുപോലെ എല്ലാം ഫ്രണ്ട് ഡിസൈൻ സെയിം ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ സെയിം ആയതുകൊണ്ടും ജസ്റ്റ് അഡീഷണൽ ലെങ്ത്തും കൂപ്പയുടെ ആ ഒരു സ്റ്റൈലിങ്ങിൻ്റെ ഒക്കെ ഡിഫറൻസ് മാത്രം ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു 1.5 to 2 lakhs അഡീഷണൽ എക്സ്പെക്ട് ചെയ്താൽ മതി. അതായത് ഏകദേശം 10 lakhsനടുത്തൊക്കെ അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബേസ് മോഡൽ പ്രൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇറക്കുകയാണെങ്കിൽ അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗ് എന്ന് പറയും. കാരണം ഇപ്പോൾ നമ്മൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന ബാക്കി പെർഫോമേറ്റർ SUVs ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം തുടങ്ങുന്ന ഏകദേശം 11 lakhsൻ്റെ പ്രൈസ് പോയിന്റിലാണ്. അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ചീപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് അങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ പണി വാളും. ടോപ്പ് എൻഡ് എന്തായാലും നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണല്ലോ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.